ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം പുനലൂർ. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475228650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. അധികാരത്തിലിരുന്നപ്പോൾ ആനുകൂല്യങ്ങൾ അനുഭവിച്ച ചിലർ വിരമിച്ചപ്പോൾ പോലീസ് സേനയെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് DGP ടോമിൻ ജെ തച്ചങ്കരി. പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്താൻ ചിലർ ശ്രമിക്കുന്നതായും ADGP. ഉറുകുന്നിൽ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. കേസ് നടത്തിപ്പിൽ വനം വകുപ്പിന്റെ അനാസ്ഥയാണ് ഉടമയ്ക്ക് സഹായകമായതെന്ന ആക്ഷേപം. മദ്യവിൽപ്പനയ്ക്കിടെ അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. കടയ്ക്കാമൺ സ്വദേശി അബ്ദുൾ സലാമാണ് റിമാൻഡിലായത്. വാർത്തകൾ വിശദമായി. അധികാരത്തിലിരുന്നപ്പോൾ ആനുകൂല്യങ്ങളും സൌഭാഗ്യങ്ങളും അനുഭവിച്ച ചിലർ വിരമിച്ചപ്പോൾ പോലീസ് സേനയെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് ADGP ടോമിൻ ജെ തച്ചങ്കരി. കൊല്ലം റൂറൽ പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ DGP സെൻകുമാറിനെയും DGP ജേക്കബ് തോമസിനെതിരെയും ആഞ്ഞടിച്ച് ADGP ടോമിൻ ജെ തച്ചങ്കരി. കേരള പോലീസ് അസോസിയേഷന്റെ കൊല്ലം റൂറൽ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് ഇരുവർക്കുമെതിരെ തച്ചങ്കരി പ്രതികരിച്ചത്. ഒരാൾ എന്നോട് പറഞ്ഞു, ഈ തച്ചങ്കരി എന്ന് പറഞ്ഞാൽ ഏതോ ഒരാൾ പറഞ്ഞു ചിക്കൻ കറിയാണ്. അപ്പൊ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ട അല്ലേ, ചിക്കൻ ഉണ്ടാക്കുന്ന ഇറച്ചി വെട്ടണം. അപ്പൊ ഞാൻ ചോദിച്ചു ആരാ? അപ്പൊ പറഞ്ഞു ഏതോ ഒരു ന്യൂറോ സർജന്റെ ചികിത്സയിൽ കഴിയുന്ന ഒരു മനോരോഗിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചിക്കൻ കറിയും തച്ചൻ കറിയും തിരിച്ചറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മന്ദബുദ്ധികളല്ലേ, വിട്ടുകളാണ്. വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ വഴിയിൽ വ്യക്തി പ്രഘോഷിക്കേണ്ട വീമ്പടിക്കേണ്ട കാര്യമല്ല. വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു തീർക്കേണ്ടതാണ്. ഫുട്ബോൾ കളിച്ച് റഫറിയായിട്ട് വിളിച്ചാലല്ലേ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ വിളിക്കാൻ പറ്റുള്ളൂ, കാർഡ് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞ റഫറിയായിട്ട് വിളിച്ചപ്പം കാരണത്തൊക്കെ കാർഡ് വെക്കുക. അടുത്ത പ്രാവശ്യം എന്ത് പറ്റി? റഫറിയെ വിളിക്കത്തില്ല. കാര്യം ചുമ്മാ കാർഡ് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മിസ്റ്റേക്ക് ഉണ്ടാക്കത്തില്ല, നല്ലവർ കളികളൊക്കത്തില്ല. അപ്പൊ ജാഗ്രതയ്ക്ക് വേണ്ടി കാർഡ് വെക്കിയാൽ നടക്കില്ല. പോലീസിൽ 10% ക്രിമിനലുകളാണെന്നാണ് ചിലർ പറയുന്നത്. ഈ ശതമാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് തനിക്കറിയില്ല. അധികാരത്തിലെത്തുമ്പോൾ പേരെടുക്കാനുള്ള ആസക്തി കാരണം എന്തൊക്കെയോ ചെയ്യുന്നു. മനുഷ്യരെ പട്ടി കടിച്ചാൽ വാർത്തയാണ്, എന്നാൽ ദിവസവും കടിച്ചാൽ അത് കുരങ്ങ് കടിക്കുന്നത് പോലെ വാർത്തയല്ലാതാകും. തച്ചങ്കരി എന്നാൽ ചിക്കൻ കറി എന്നാണ് ചിലർ പറയുന്നത്.
ന്യൂറോ സർജന്റെ ചികിത്സയിൽ കഴിയുന്ന ഏതോ മനോരോഗിയാണ് പറഞ്ഞതെന്നതിനാൽ വിട്ടുകളയുന്നുവെന്നും തച്ചങ്കരി പറഞ്ഞു. അധികാരത്തിലിരുന്നപ്പോൾ ആനുകൂല്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ച ചിലർ വിരമിച്ചപ്പോൾ സേനയെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും തച്ചങ്കരി പറഞ്ഞു. പരോക്ഷമായി സെൻകുമാറിന് മറുപടി നൽകാനുള്ള വേദിയാക്കി അദ്ദേഹം ഇതിനെ മാറ്റി. DGP ജേക്കബ് തോമസിനെയും അദ്ദേഹം വെറുതെ വിട്ടില്ല. സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ പുസ്തകം എഴുതുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കരിങ്കുരങ്ങ് രസായനക്കാർ കുരങ്ങനെ മുന്നിലിരുത്തുന്നത് പോലെയാണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്നും തച്ചങ്കരി പരിഹസിച്ചു. താൻ പറഞ്ഞ കഥകളിലും സംഭവങ്ങളിലും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരുമായും ഒരു ബന്ധവുമില്ലെന്നും അങ്ങനെ തോന്നുന്നത് യാദൃച്ഛികം മാത്രമാണെന്നും തച്ചങ്കരി പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് S. നജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റൂറൽ SP S. സുരേന്ദ്രൻ, ഡിവൈഎസ്പിമാരായ B. കൃഷ്ണകുമാർ, അബ്ദുൾ റാഷി, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി VP ബിജു, കൊല്ലം സിറ്റി പ്രസിഡന്റ് S. സനോജ്, S. സജിഖാൻ, S. സുൽഫി, ബിജുജി നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആര്യങ്കാവിലെ ചെക്ക് പോസ്റ്റുകൾ സംയുക്ത ചെക്ക് പോസ്റ്റാക്കി തെന്മലയിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. തെന്മല വനം ഡിപ്പോയ്ക്ക് സമീപത്തുള്ള വാണിജ്യ നികുതി വകുപ്പിന്റെ സ്ഥലത്ത് ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. രാജ്യത്ത് GST നിലവിൽ വന്നതോടെ ആര്യങ്കാവിലെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന്റെ പ്രാധാന്യം കുറഞ്ഞെങ്കിലും എക്സൈസ് ചെക്ക് പോസ്റ്റും RT ചെക്ക് പോസ്റ്റും വാണിജ്യ നികുതി ഡിക്ലറേഷൻ കളക്ഷൻ സെന്ററും ഇപ്പോഴും ആര്യങ്കാവിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇവയെല്ലാം സംയുക്ത ചെക്ക് പോസ്റ്റാക്കി തെന്മലയിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. തെന്മലയിൽ സംയുക്ത ചെക്ക് പോസ്റ്റ് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ നടക്കുകയും സർക്കാർ തലത്തിൽ ഫയലുകൾ നീങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും സംയുക്ത ചെക്ക് പോസ്റ്റ് എന്ന ആശയം നടപ്പിലായില്ല. സംയുക്ത ചെക്ക് പോസ്റ്റിനായി തെന്മലയിൽ 8 ഏക്കർ സ്ഥലം വാണിജ്യ നികുതി വകുപ്പിന് നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആര്യങ്കാവിൽ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് പ്രാധാന്യം കുറഞ്ഞ സാഹചര്യത്തിലാണ് തെന്മലയിൽ സംയുക്ത ചെക്ക് പോസ്റ്റ് വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നത്. തെന്മലയിൽ സംയുക്ത ചെക്ക് പോസ്റ്റ് യാഥാർത്ഥ്യമായാൽ വാഹന പരിശോധനകൾക്കും ഏറെ സഹായകമാകും. മാത്രമല്ല അടിയന്തര സാഹചര്യങ്ങളിൽ തെന്മല പോലീസിന്റെ സഹായവും ലഭിക്കും. കൂടാതെ തെന്മല പഞ്ചായത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റും ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയും. സംയുക്ത ചെക്ക് പോസ്റ്റ് എന്ന ആശയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. ലൈവ് വാർത്ത, തെന്മല. ദേശീയപാതയോരത്തെ കാടുകൾ വെട്ടിത്തെളിക്കുന്നു. കൊട്ടാരക്കര മുതൽ ആര്യങ്കാവ് വരെയുള്ള ദേശീയപാതയോരത്തെ കാടുകളാണ് ദേശീയപാത അതോറിറ്റി വെട്ടിത്തെളിക്കുന്നത്. ദേശീയപാതയിൽ പുനലൂർ സബ് ഡിവിഷന്റെ കീഴിൽ കൊട്ടാരക്കര, പുനലൂർ, തെന്മല എന്നീ 3 സെഷനുകളിലായാണ് കാടുകൾ വെട്ടിത്തെളിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. JCB ഉപയോഗിച്ചാണ് ദേശീയപാതയോരത്തെ കാടുകൾ നീക്കം ചെയ്യുന്നത്. തെന്മല സെഷന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. 12 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ പൂർത്തീകരണ ചെലവ്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കേണ്ട ജോലിയാണ് ഇപ്പോഴും നടക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനായി അന്തിമ അനുമതി ലഭിക്കാൻ വൈകിയതാണ് കാട് തെളിക്കൽ വൈകാൻ കാരണം. ദേശീയപാതയോരത്ത് നിരവധി അനധികൃത കയ്യേറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ തന്നെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ദേശീയപാത അധികൃതർ അറിയിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. പത്തനാപുരത്ത് സർക്കിൾ ഇൻസ്പെക്ടറുടെ സേവനമില്ലാതായിട്ട് 1.5 മാസം പിന്നിടുന്നു. 3 വർഷത്തിനിടെ വന്നുപോയത് 9 CIമാർ. സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് പത്തനാപുരത്ത് രക്ഷയില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടെ 9 CIമാരാണ് സ്ഥലം മാറ്റം ലഭിച്ചും സസ്പെൻഷനിലായി പോവുകയും ചെയ്തത്. ഇതോടെ സർക്കിൾ ഇൻസ്പെക്ടർ വാഴാത്ത സ്റ്റേഷനായി പത്തനാപുരം മാറുകയാണ്. 6 മാസത്തിൽ കൂടുതൽ ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ജോലി ചെയ്ത ചരിത്രമില്ല. ഒന്നുകിൽ സ്ഥലം മാറ്റം അല്ലെങ്കിൽ സസ്പെൻഷൻ. കഴിഞ്ഞ 1.5 മാസമായി പത്തനാപുരത്ത് സർക്കിൾ ഇൻസ്പെക്ടറുടെ സേവനമേയില്ല. നിലവിലുണ്ടായിരുന്ന S. നന്ദകുമാറിനെ സസ്പെൻഡ് ചെയ്തതോടെയാണ് സർക്കിളിന്റെ സേവനം പൂർണ്ണമായും ഇല്ലാതായത്. പകരം പുതിയ ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ ആഭ്യന്തര വകുപ്പ് ഇനിയും തയ്യാറായിട്ടുമില്ല. രേഖാമൂലം അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവധിയിൽ പോയതിനും ചില ആരോപണങ്ങൾക്ക് വിധേയനായതിനെ തുടർന്നുമാണ് നന്ദകുമാറിനെ റൂറൽ SP S. സുരേന്ദ്രൻ സസ്പെൻഡ് ചെയ്തത്. നന്ദകുമാറിന് മുമ്പ് CI ആയിരുന്ന റെജി എബ്രഹാമും സസ്പെൻഷനിലാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ലാത്തതിനാൽ പത്തനാപുരത്തെ വാഹനം കൊല്ലം AR ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും ഡ്രൈവറെ പുനലൂരിലേക്ക് മാറ്റുകയും ചെയ്തു. ദിവസവും 100 കണക്കിന് പരാതികളാണ് സർക്കിൾ ഓഫീസിൽ എത്തുന്നത്. ഓഫീസർ ഇല്ലാത്തതിനാൽ മിക്ക പരാതികൾക്കും പരിഹാരം കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. കുന്നിക്കോട്, പത്തനാപുരം പോലീസ് സ്റ്റേഷനുകളാണ് പത്തനാപുരം സർക്കിളിന്റെ കീഴിലുള്ളത്. കൂടാതെ രാഷ്ട്രീയ സംഘർഷങ്ങൾ പതിവായി നടക്കുന്ന മേഖല കൂടിയാണിത്. പുതിയ CIയെ നിയമിക്കാത്തതിനാൽ നിരവധി പരാതികൾക്കാണ് പരിഹാരം കാണാതെ പോകുന്നത്. നിലവിൽ പുനലൂർ CI ബിനു വർഗീസിനാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. മലയോര മേഖലയിലെ ക്രമസമാധാന നില നിലനിർത്താൻ സർക്കിൾ ഇൻസ്പെക്ടറെ നിയമിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നാണ് പൊതുവെയുള്ള ആവശ്യം. ഈ മലയോര പ്രദേശത്ത് നിന്ന് പരാതികൾ പത്തനാപുരത്തോട്ട് കൊണ്ടുവന്നാൽ അത് ഗൗരവമായെടുത്ത് നടപടി സ്വീകരിക്കാൻ ഇവിടെ പത്തനാപുരം പുതിയതായി അനുവദിച്ച സർക്കിൾ ഓഫീസിൽ വളരെ കുറേ ദിവസങ്ങളായി ആളില്ല.
നടപടികൾ സ്വീകരിക്കുവാനോ പരാതി കേൾക്കുവാനോ കഴിയാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് പത്തനാപുരത്ത് കഴിയുന്നത്. 2-3 മാസക്കാലമായി ലീവിന് പോയിട്ടുള്ള സർക്കിൾ ഇൻസ്പെക്ടർക്ക് പകരമായി ഇതുവരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റ് ചെയ്യുവാനോ അതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാനോ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇതൊക്കെ കേരളത്തിലെമ്പാടും നടക്കുന്ന അക്രമങ്ങളുടെ ഒരു ഭാഗമായിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്തരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനോ നോക്കുവാനോ കഴിയാതെ ആവശ്യമായ സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാതെ അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് അന്വേഷിക്കാതെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പത്തനാപുരത്തിനെയും ബാധിച്ചിരിക്കുന്നു. വളരെ അടിയന്തരമായ ക്രൈം കേസ് ഏറ്റവും കൂടുതലുള്ള ഈ മേഖലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ പോലുള്ള ഒരാൾ നിത്യേനം വേണ്ട ഈ സ്റ്റേഷനിൽ ഇല്ലാത്തതിന് ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. പിന്നെ അടിയന്തരമായ ആളുകളെ നിയമിച്ച് ഇവിടെയുള്ള പരാതികൾക്ക് പരിഹാരം കാണുവാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വനം വകുപ്പിന്റെ സ്ഥലം കയ്യേറി ഉറുകുന്നിൽ നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. കേസ് നടത്തിപ്പിൽ വനം വകുപ്പ് കാട്ടിയ അനാസ്ഥയാണ് കെട്ടിട ഉടമയ്ക്ക് അനുകൂലമായ വിധിയുണ്ടാകാൻ കാരണമെന്ന ആക്ഷേപമുയരുന്നു. ഉറുകുന്ന് ജംഗ്ഷന് സമീപമാണ് വനം വകുപ്പിന്റെ സ്ഥലം കയ്യേറി പ്രദേശവാസി കടമുറികൾ നിർമ്മിച്ചത്. 3 വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും നിരവധി പ്രതിഷേധങ്ങളെ തുടർന്ന് അടുത്തിടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇവിടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് മനസ്സിലാക്കിയ പഞ്ചായത്ത് അധികൃതർ വനം വകുപ്പിനെ ഇത് രേഖാമൂലം അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനെ തുടർന്ന് കെട്ടിട ഉടമ നമ്പറിനായി കോടതിയെ സമീപിക്കുകയായിരുന്നു. നമ്പർ 8 നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ കേസ് കോടതിയിൽ നടത്തുന്നതിൽ വനംവകുപ്പ് കാട്ടിയ അനാസ്ഥയാണ് കെട്ടിട ഉടമയ്ക്ക് അനുകൂലമായി വിധിയുണ്ടാകാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. വനംവകുപ്പിന്റെ സ്ഥലം കയ്യേറി 6 മുറി കടകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കോടതി വിധിക്കെതിരെ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും കോടതി വിധിയുടെ മാത്രം അടിസ്ഥാനത്തിൽ നമ്പർ നൽകാനാകില്ലെന്നും മറ്റ് രേഖകൾ കൂടി ഇതിനാവശ്യമുണ്ടെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം എ ജോസഫ് പറഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് നമ്പറിടുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിൽ അവർ അപേക്ഷ തന്നിട്ടുണ്ട്. ഹൈക്കോടതി അതിന് നമ്പറിടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു താൽക്കാലിക ഉത്തരവ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ വനംവകുപ്പിനകത്ത് നിൽക്കുന്ന കെട്ടിടത്തിനകത്ത് ഇപ്പോൾ നിലവിൽ പഞ്ചായത്തിന് നമ്പർ കൊടുക്കുന്നതിനകത്ത് സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി ഹൈക്കോടതിയിൽ ഇത് റിട്ട് ഉടൻ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്. പക്ഷേ വനംവകുപ്പിനകത്ത് നിൽക്കുന്ന കെട്ടിടം എന്നുള്ള നിലയിൽ തന്നെ പഞ്ചായത്ത് അതിന് അനുമതി നൽകണമെങ്കിൽ കോടതി വിധി മാത്രം പോരാ, ആ വസ്തുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്ത് നൽകേണ്ടതുണ്ട്. ആ രേഖ നൽകാതെ ഹൈക്കോടതിയുടെ ഒരു വിധി പകർപ്പ് മാത്രമാണ് ഇപ്പോൾ പഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. അത് സ്വാഭാവികം പഞ്ചായത്തിന് അത് വെച്ചുകൊണ്ട് തന്നെ നമ്പർ കൊടുക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണക്കാർ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി കുറച്ച് സ്ഥലം കയ്യേറിയാൽ പോലും കർശന നടപടി സ്വീകരിക്കുന്ന വനം വകുപ്പ് ഇത്തരം വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്നത് ഉദ്യോഗസ്ഥരെയും സംശയത്തിന്റെ നിഴലിൽ എത്തിക്കുകയാണ്. ലൈവ് വാർത്ത, തെന്മല. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ബുധനാഴ്ച പുലർച്ചെ ഉറുകുന്ന പെട്രോൾ പമ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ചരക്ക് ലോറി ഇടിച്ച് ക്ലീനർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ദേശീയപാതയിൽ ദിനംപ്രതി അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞയാഴ്ച തെന്മല MSL വളവിൽ ലോറിയും പിക്കപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന് പിന്നാലെയാണ് ബുധനാഴ്ച ഉറുകുന്ന പെട്രോൾ പമ്പിന് സമീപം ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ചത്. നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്ക് പിന്നിൽ മറ്റൊരു ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ക്ലീനറെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിയായ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതും ദേശീയപാതയുടെ വീതി കുറവുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. ഡ്രൈവർമാരുടെ അശ്രദ്ധയും ഇവിടെ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. കൊട്ടാരക്കര മുതൽ ആര്യങ്കാവ് വരെയുള്ള ദേശീയപാതയോരത്ത് നിരവധി കയ്യേറ്റങ്ങളാണ് അനുദിനം ഉണ്ടാകുന്നത്. ഇത് ദേശീയപാതയുടെ വീതി കുറയാൻ കാരണമായിട്ടുണ്ട്. അശാസ്ത്രീയ ടാറിങ്ങും ദേശീയപാതയിലെ അപകടങ്ങളുടെ കാരണക്കാരായി. ടാർ ചെയ്ത റോഡിന്റെ വശങ്ങൾ മണ്ണിട്ട് നിരപ്പാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഇതുമൂലം റോഡ് ഉയർന്ന് വശങ്ങൾ കുഴികളാകുന്നു. ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ ഇവിടെ ടാർ റോഡിൽ നിന്നും പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇത്തരം കുഴികളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. ലൈവ് വാർത്ത, തെന്മല. SBT ബാങ്കിന് സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. JS ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ.
ഫോൺ 0475 2277 പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ് പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ് പുനലൂർ. ഫോൺ 0475 222 1205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. കർഷക കോൺഗ്രസ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. പുനലൂർ കോൺഗ്രസ് ഭവനിൽ ചേർന്ന യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക കോൺഗ്രസ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ കോൺഗ്രസ് ഭവനിൽ ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു പോഷക സംഘടന എന്നുള്ള നിലയിൽ കർഷക കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു. മെമ്പർഷിപ്പ് ബുക്കുകൾ വിതരണം ചെയ്തിരുന്നു. ആ ബുക്കുകൾ കൊടുക്കാനൊരു ഡേറ്റ് തീരുമാനിച്ചിരുന്നു. ആ ഡേറ്റിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 2 ആഴ്ച സമയം കൂടിയാണ് അതിന് തന്നിരിക്കുന്നത്. ആ 15-ാം തീയതിയാണ് തന്നിരിക്കുന്നത്. ആ 15-ാം തീയതിക്ക് മുൻപ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ 11 മണ്ഡലം കമ്മിറ്റികളും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തീകരിച്ച് നൽകണം. മലയോര കൃഷികളാണ് ഇവിടെ ഉള്ളത്. ആ കർഷകരെ സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. കർഷകരൊക്കെ കടത്തിലാണ്. പല സംസ്ഥാന ഗവൺമെന്റുകളും കർഷകരുടെ കടം എഴുതിത്തള്ളാം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേന്ദ്രത്തിലെ ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യമന്ത്രി ജെയ്റ്റ്ലി പറഞ്ഞത് എന്താണ്? അവരവർ കൊടുത്തോണം കാശ്, കേന്ദ്രം തരില്ല എന്നാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് തടിക്കാട് അശോകൻ അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം S താജുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ, ജനറൽ സെക്രട്ടറി ഷാജിമോൻ, നെടുങ്കയം നാസർ, ബിനോയ്, തെമ്മല രഘുനാഥൻ, തങ്കപ്പൻ കാണി, ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. അഞ്ചൽ അഗസ്ത്യക്കോട് ലക്ഷം വീട് കോളനിക്ക് സമീപം രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. അഞ്ചൽ അഗസ്ത്യക്കോട് ലക്ഷം വീട് കോളനിക്ക് സമീപം തോട്ടിലാണ് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത്. ഇവിടം ആളൊഴിഞ്ഞ പ്രദേശമാണ്. ആയതിനാൽ രാത്രികാലങ്ങളിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല എന്ന ധൈര്യത്തിലാണ് ഇവിടെ തോട്ടിൽ ചാക്കുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. ഇതഴുകി കടുത്ത ദുർഗന്ധമാണ് വമിക്കുന്നത്. ഇത് തോട്ടിലെ ജലത്തിൽ കലർന്ന് പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന ഭീതിയിലാണ് പരിസരവാസികൾ. ഡെയിലി ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടാറുണ്ട്. അത് ഈ വെള്ളത്തിലാണ് ഇടുന്നത്. ഇതിവിടെ കിടന്ന് ദ്രവിച്ച് മാലിന്യങ്ങളുണ്ടായി അസുഖങ്ങൾ വരുത്തുന്നതിന് ഒരു കുറവുണ്ടാവത്തില്ല. ഇത് അനധികൃതമായുള്ള പരിപാടിയെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനായി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ജനങ്ങൾ പലതവണ അധികാരികളെ അറിയിച്ചിട്ടും ഫലമുണ്ടാകുന്നില്ല എന്ന പരാതിയും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാലിന്യം നിക്ഷേപിക്കുന്നത് വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ഇതിനെതിരെ നടപടിയുണ്ടാകുമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പരിസരവാസികൾ. മെയിനായിട്ട് ഇവിടെ ഒരു വെട്ടമല്ലോ. ക്ലൈ അംഗൻവാടിക്കകത്ത് കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചോണ്ടിരിക്കുമല്ലോ. രാത്രി 10-11 മണിയാകുമ്പോഴാണ് വണ്ടിയിൽ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത്. വെട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി നോക്കാം. വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല. പട്ടികൾ ഭയങ്കര ശല്യമാണ്. ഇന്നലെ രാത്രി 11 മണിയായപ്പോൾ ഓട്ടോ കൊണ്ട് നിർത്തി നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ജോക്കിയോടി ഇരുന്നിട്ട് വണ്ടി പോയി കഴിഞ്ഞു. ഒരു 3-4 ചാക്ക് അവിടെ തോട്ടിൽ അടുക്കി ഇങ്ങനെ കിടക്കുമായിരുന്നു. അത് കുറെ ഇന്നലെ വെള്ളം എടുത്ത് ഒഴുകി താഴെ പോയി. ഇന്നലെ രാത്രി കൊണ്ട് ചാക്കാണ് ഇപ്പോഴും കിടക്കുന്നത്. കോഴി വേസ്റ്റ് അങ്ങനെ ആയിരിക്കും അല്ലേ? എല്ലാ വേസ്റ്റും ഉണ്ട്. ഇവിടെ താഴെ അറ്റം വരെ ഈ വേസ്റ്റേ ഉള്ളൂ. അംഗൻവാടി കുഞ്ഞുങ്ങൾ കൊതുകടി കണ്ടിട്ട് വീടുകളിൽ നിന്ന് പുറപ്പും കൊടുത്താണ് ഇപ്പൊ കുഞ്ഞുങ്ങളെ അംഗൻവാടിയിൽ വിടുന്നത്. ലൈവ് വാർത്ത, അഞ്ചൽ. മദ്യവിൽപ്പനയ്ക്കിടെ പോലീസ് പിടിയിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. കടയ്ക്കാമൺ സ്വദേശി അബ്ദുൾ സലാമാണ് റിമാൻഡിലായത്. വിദേശ മദ്യവിൽപ്പനയ്ക്കിടെ 60-കാരനെ പത്തനാപുരം പോലീസ് പിടികൂടി. കടയ്ക്കാമൺ കോളനിയിൽ പ്ലോട്ട് നമ്പർ 18A താമസിക്കുന്ന 60-കാരനായ അബ്ദുൾ സലാമാണ് പോലീസിന്റെ പിടിയിലായത്.
3 ലിറ്റർ വിദേശ മദ്യവും പോലീസ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് കടക്കാമണ്ണിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അബ്ദുൾ സലാം പിടിയിലായത്. കടക്കാമൺ പ്രദേശത്ത് സ്ഥിരമായി മദ്യവിൽപ്പന നടത്തി വരികയായിരുന്നു ഇദ്ദേഹം. പത്തനാപുരം SI അബ്ദുൽ മനാഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂരിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന കെ കൃഷ്ണപിള്ളയുടെ 31ാമത് ചരമവാർഷികവും കൃഷ്ണപിള്ള സ്മാരക ലൈബ്രറിയുടെ 16ാം വാർഷികവും സംഘടിപ്പിച്ചു. വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗോവിന്ദ് എസ് മുകേഷ്, അടുത്ത ജോമോൾ ഷാജി. ചടങ്ങ് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ കേരളമൊട്ടാകെ പനി, പകർച്ചപ്പനി. സ്വാഭാവികമായിട്ടും പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട് ലൈബ്രറിക്ക് ഒരു പങ്ക് വഹിക്കാറുണ്ട്. ഡാക്ടർക്ക് മാത്രമല്ല, ആയുർവേദ വിഷഗ്വറിന് മാത്രമല്ല ഈ പനിയുമായി ബന്ധപ്പെട്ട് ലൈബ്രറിക്കും പങ്ക് വഹിക്കാറുണ്ട്. ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പനിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ മെഡിക്കൽ ക്യാമ്പാകാം, ബോധവൽക്കരണ ക്ലാസ്സാകാം, ശുചിത്വത്തിന്റെ കാര്യങ്ങളാകാം, മാലിന്യ നിവാരണത്തിന്റെ കാര്യങ്ങളാകാം. അതിനോടൊപ്പം സ്വയം ലൈബ്രറി പ്രവർത്തകർ കൂട്ടായിട്ട് ഇറങ്ങി ചികിത്സ വർത്തമാനം മാത്രമല്ല പ്രവർത്തനത്തിലും ഏർപ്പെടാം. ലൈബ്രറി പ്രസിഡന്റ് സി അജയപ്രസാദ് അധ്യക്ഷനായി. ലൈബ്രറി സെക്രട്ടറി കെ രാജശേഖരൻ സ്വാഗതം പറഞ്ഞു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാഷ്ലസ് ജൂനിയർ, ലൈബ്രറി ഭരണസമിതി അംഗം ജോബോയ് പെരേര, മുൻ നഗരസഭാ ചെയർമാൻമാരായ കെ രാധാകൃഷ്ണൻ, BP ഉണ്ണികൃഷ്ണൻ, ലൈബ്രറി ഭാരവാഹികളായ EK റോസ്ചന്ദ്രൻ, J ഡേവിഡ്, R ജയനാഥൻ, PV ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിലെ മദ്യവിൽപ്പനശാലകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ സാധ്യത തെളിയുന്നു. സുപ്രീംകോടതി നിർദ്ദേശിച്ച ദൂരപരിധി നഗരങ്ങളിൽ ബാധകമല്ലെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇതിനുള്ള സാധ്യത തെളിയുന്നത്. ബിയർ വൈൻ പാർലറുകൾക്കും 3 സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾക്കും സർക്കാർ അനുമതി നൽകിയിരുന്നെങ്കിലും സുപ്രീംകോടതി ഉത്തരവിലെ ദൂരപരിധി മൂലം പുനലൂരിൽ മദ്യവിൽപ്പനശാലകൾ തുറക്കാനായിരുന്നില്ല. എന്നാൽ ദൂരപരിധി നഗരപ്രദേശങ്ങളിൽ ബാധകമല്ലെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് പുനലൂരിൽ മദ്യവിൽപ്പനശാലകൾ വീണ്ടും തുറക്കാൻ സാധ്യത തെളിഞ്ഞത്. 3 ബിയർ വൈൻ പാർലറും 1 ബാറും 1 ബിവറേജ് ഔട്ട്ലെറ്റുമാണ് പുനലൂരിൽ തുറക്കാൻ സാധ്യത. കലയനാടുള്ള KTDCയുടെ ബിയർ വൈൻ പാർലറും തുറന്നു പ്രവർത്തിക്കും. ഇത് സംബന്ധിച്ച് ഇനി സർക്കാരിന്റെ അനുമതി മാത്രമാണ് ഉണ്ടാകേണ്ടത്. അത് ഉടൻ തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ലൈവ് വാർത്ത, പുനലൂർ. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. അധികാരത്തിലിരുന്നപ്പോൾ ആനുകൂല്യങ്ങൾ അനുഭവിച്ച ചിലർ വിരമിച്ചപ്പോൾ പോലീസ് സേനയെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് ADGP ടോമിൻ J തച്ചങ്കരി. പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്താൻ ചിലർ ശ്രമിക്കുന്നതായും ADGP. ഉറുകുന്നിൽ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. കേസ് നടത്തിപ്പിൽ വനം വകുപ്പിന്റെ അനാസ്ഥയാണ് ഉടമയ്ക്ക് സഹായകമായതെന്ന ആക്ഷേപം. മദ്യവിൽപ്പനയ്ക്കിടെ അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. കടക്കാമൺ സ്വദേശി അബ്ദുൾ സലാമാണ് റിമാൻഡിലായത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു.
ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്.